സ്വർണം പണയം വെച്ചാൽ പൈസ കിട്ടുമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വെള്ളി പണയം വെച്ചിട്ട് പൈസ കിട്ടുമോ? ഇല്ലാന്നായിരിക്കാം എല്ലാവരുടെയും ഉത്തരം. എന്നാൽ ഈ വരുന്ന 2026 ഏപ്രിൽ മാസം മുതൽ നമ്മൾക്കെല്ലാം വെള്ളി ആഭരണങ്ങളും പണയം വെക്കാൻ സാധിക്കും. RBI റെഗുലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ വെള്ളി ആഭരണങ്ങൾ പണയമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അതായത് ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, NBFCകൾ, ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ, ഇത്രയും സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോ സിൽവർ പണയം വെക്കാനായിട്ട് റിസർവ് ബാങ്ക് അധികാരപ്പെടുത്തിയിട്ടുള്ളൂ. സിൽവർ ഓർണമെന്റ്സ്, ജ്വല്ലറി, സിൽവർ കോയിൻസ് ഇത് മാത്രമേ പണയം വെക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. സിൽവർ ബാറുകൾ, ബുള്ളിയൻ, ഡിജിറ്റൽ സിൽവർ, ETF ഇതൊന്നും പണയം വെക്കാൻ പോസിബിൾ അല്ല. ലോൺ കിട്ടുന്നത് മെറ്റൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. അതുമുള്ള സ്റ്റോൺസ് ഒന്നും ഉൾപ്പെടില്ല. RBI ലോണിനെ ലിമിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: 2.5 ലക്ഷം രൂപ വരെ ലോൺ ആവശ്യമുള്ളവർക്ക് 85%, 2.5 മുതൽ 5 ലക്ഷം രൂപ വരെ ലോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് ആഭരണത്തിന്റെ വാല്യൂവിന്റെ 80%, 5 ലക്ഷത്തിന് മുകളിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് 75% ലോണായി കൊടുക്കുള്ളൂ. സിൽവർ പണയം വെക്കാവുന്ന മാക്സിമം പരിധി 10 കിലോ ആണ്. ഇനി അത് കോയിൻ ആണെങ്കിൽ 500 ഗ്രാം ആണ്. അപ്പൊ 2026 ഏപ്രിൽ മുതൽ സ്വർണത്തെ പോലെ തന്നെ വെള്ളിയും ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ആയി മാറും എന്നത് ഒരു ശുഭകരമായ വാർത്തയല്ലേ?